വൈകുന്നേരത്തോടുകൂടി ഞങ്ങൾ ടിബിലിസിയിലെത്തി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ടിബിലിസിയിലാണ് ഞങ്ങൾ വിമാനമിറങ്ങിയത്. പക്ഷേ പട്ടണത്തിലേക്കൊന്നും വരാതെ നേരെ കാസ്ബഗിയിലേക്ക് പോവുകയായിരുന്നു. ഖുറാ നദിയുടെ കരയിലുള്ള ഹോട്ടലിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായതിനു ശേഷം ഞങ്ങൾ പട്ടണത്തിലൂടെ വെറുതെ നടക്കാനിറങ്ങി. ശരത്കാലം നഗരത്തെയും കുറച്ചൊക്കെ നിറം പിടിപ്പിച്ചിട്ടുണ്ടെന്ന് കാണാം. റോഡിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി. നേരത്തെ അറിയുന്നതാണ്. ഈ പട്ടണത്തിൽ ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പലയിടത്തു വച്ചും ഇന്ത്യൻ കുട്ടികളുടെ സംഘങ്ങളെ കാണുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ താമസിക്കാൻ തിരഞ്ഞെടുത്ത നഗരഭാഗത്തിൻ്റെ അടുത്തായിരിക്കാം യൂണിവേഴ്സിറ്റികൾ കൂടുതലായി ഉള്ളത്. ഒരു ക്ലിഫ് പോലെയാണ് ഞങ്ങൾ നടക്കുന്ന ഈ പ്രദേശം. ഖുറാ നദി താഴെയായാണ് ഒഴുകുന്നത്. സായാഹ്ന വെട്ടത്തിൽ അതിലൂടെ കടന്നു പോകുന്ന ബോട്ടുകൾ ഭംഗിയുള്ള കാഴ്ചയാവുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഉൾപ്പെടെ പല കെട്ടിടങ്ങളും പുതിയതായി നിർമ്മിക്കപ്പെട്ടവയാണ്. എങ്കിലും അതിനേക്കാൾ കൂടുതൽ പഴയ കെട്ടിടങ്ങൾ എമ്പാടും കാണാം. സോവിയറ്റ് കാലത്തു നിന്നുള്ള കെട്ടിടങ്ങളാണ് അവയിൽ പലതും എന്ന രൂപം കൊണ്ട് മനസ്സിലാവും. എന്തിനെക്കുറിച്ച് പറഞ്ഞാലും പഴയ സോവിയറ്റ് ഹാങ് ഓവർ സംസാരത്തിൽ കടന്നു വരുന്നത് എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളുടെ മാത്രം പ്രശ്നമാവും, പ്രത്യേകിച്ച് മലയാളികളുടെ. ഞങ്ങൾ നടന്ന് എത്തിയത് ഹോളി ട്രിനിറ്റി പള്ളിയുടെ മുന്നിലാണ്. വലിയ ഒരു പള്ളി, വിശാലമായ മുറ്റവും മറ്റുമുണ്ട്. വാസ്തുശില്പപരമായി നോക്കുമ്പോൾ ഈ പ്രദേശത്തെ ഓർത്തഡോക്സ് പള്ളികൾക്ക് വലിയ വൈവിധ്യമൊന്നുമില്ല. ഈ രൂപത്തിലുള്ള പള്ളികൾ ഞങ്ങൾ ഒരുപാട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവയെല്ലാം അപേക്ഷിച്ച് വിശുദ്ധ ത്രിത്വത്തിൻ്റെ ഈ കത്തീഡ്രൽ വളരെ വലുതും വിശാലവുമാണ് എന്ന് മാത്രം. അത് അങ്ങനെ ആവാതെ തരമില്ല. ജോർജിയൻ ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാന പള്ളിയാണിത്. പള്ളിയുടെ ഉള്ളിൽ ചിത്രീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വദേശിയായ ഒരു സ്ത്രീ വന്ന് എന്നോട് ദേഷ്യപ്പെട്ടു. അവർ ഒരു ചെറിയ ബോർഡ് ചൂണ്ടിക്കാണിച്ചു തന്നു. ഫോട്ടോ എടുക്കരുത് എന്നവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. സാധാരണ വലിയ ക്രിസ്ത്യൻ കത്തീഡ്രലുകളിൽ അങ്ങനെ ഒരു നിയന്ത്രണം കാണാറില്ല. അതിനാലാണ് ഞാനത് ശ്രദ്ധിക്കാതിരുന്നത്. പുറത്തേക്കിറങ്ങുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. വന്ന വഴിയിലൂടെ തന്നെ നഗരത്തിൻ്റെ രാത്രി കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ നടന്നു. ജോർജിയൻ ഫുഡിനെക്കുറിച്ച് ഈ പരമ്പരയിൽ ഞാൻ മുൻപും പറഞ്ഞിരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ ചെയിനിൻ്റെ ഭാഗമായുള്ള ഹോട്ടലിലാണ്. എങ്കിൽ പോലും ഇവിടെയും വളരെ പരിമിതമായ ജോർജിയൻ വിഭവങ്ങൾ മാത്രമുള്ള ഒരു മെനുവാണ് രാത്രി ഭക്ഷണത്തിനായി ഉണ്ടായിരുന്നത്. ഇവിടെ വെച്ചാണ് ഖറാച്ചോ എന്നു പേരുള്ള ഒരു ബീഫ് സൂപ്പ് ആദ്യമായി രുചിക്കുന്നത്. ജോർജിയയുടെ തനത് വിഭവമാണ്. ജോർജിയൻ ആഹാര സാധനങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ടത് ഈ സൂപ്പ് മാത്രമാണ് എന്ന് പറയാതെ വയ്യ. ഈ യാത്രയുടെ ഇടയ്ക്കായിരുന്നു എൻ്റെ പിറന്നാൾ. ഇന്ന് രാത്രിയാണ് പക്ഷേ ഒരു ചീസ് കേക്ക് പീസ് വാങ്ങി മുറിച്ച് പങ്കുവച്ച് കഴിക്കാനുള്ള സാവകാശം കിട്ടിയത്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ചത്തുരത്തിലെത്തി. ഖുറാ നദിയുടെ കരയിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു പട്ടണമാണ് ടിബിലിസി. അതിനാൽ തന്നെ ഖുറാ നദിയിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തിക്കൊണ്ട് പട്ടണ കാഴ്ചകൾ ആരംഭിക്കാം എന്ന് കരുതി. ദുബായിൽ കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് നഗരമധ്യത്തിൽ വച്ച് ഞങ്ങൾക്ക് ബോട്ട് യാത്ര ഏർപ്പാടാക്കി തന്നത്. അങ്ങനെ ടൂറിസ്റ്റുകളെ ക്യാൻവാസ് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകളെ ഈ പരിസരത്ത് കാണാം. ജോർജിയ ഇപ്പോൾ അതിവേഗം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഞങ്ങൾക്ക് മാത്രമായുള്ള ബോട്ടാണ്. ചെന്ന് കയറിയപ്പോൾ തന്നെ വൈനും മറ്റും വിളമ്പി. ജോർജിയയിൽ വൈനില്ലാതെ ഒരു കളിയില്ല. വൈനിൻ്റെ ഉത്ഭവം ജോർജിയയിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ വെറുമൊരു ടൂറിസ്റ്റ് സ്ലോഗനായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ കുടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഗംഭീരമായ വൈൻ ജോർജിയയിലെയാണ്.
ഏതാണ്ട് 1500 കിലോമീറ്റർ നീളമുള്ള വലിയൊരു നദിയാണ് കുറ. തുർക്കിയിലെ കാസ് മലനിരകളിൽ ഉത്ഭവിച്ച് അസർബൈജാനിലെ കാസ്പിയൻ കടലിൽ അവസാനിക്കുന്നു. കാസ്പിയൻ കടൽ ഒരു കടലല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകമാണ് എന്ന് നമുക്കറിയാം. ഞങ്ങൾ കാസ്പിയൻ കടൽ കണ്ടിട്ടുണ്ട് അസർബൈജാനിൽ വച്ച്. എന്നാൽ കുറ നദി ഉത്ഭവിക്കുന്നത് തുർക്കിയിലെ കാസിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കൽ മറ്റൊരു കാര്യം ഓർമ്മിപ്പിച്ചു. എന്നെ വല്ലാതെ മഥിച്ച തുർക്കി എഴുത്തുകാരനായ ഒർഹാൻ പാമുക്കിൻ്റെ സ്നോ എന്ന നോവലിൻ്റെ കഥാപരിസരം കാസ് മലമുകളിലുള്ള കാസ് എന്ന പട്ടണമാണ്. ഓരോ യാത്രയും നമ്മളെ പലതരം ഓർമ്മയിലേക്കും വിചാരത്തിലേക്കും കൊണ്ടുപോകും. എന്തായാലും രാവിലെ കുറ നദിയിലൂടെയുള്ള ഈ ബോട്ട് യാത്ര സവിശേഷമായ ആഹ്ലാദം നൽകി. കുറ നദിയുടെ സഞ്ചാര വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ടിബിലിസി. കുറയുടെ ഇരുകരകളിലുമായി എങ്ങനെയാണ് ടിബിലിസി വിന്യാസിതമായിരിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് പലവിധ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് ഞാനും സിനിയും ബോട്ടിലിരുന്നു. പല ഭാഗത്തും നദി നഗരത്തിന് താഴെയായാണ് ഒഴുകുന്നത്. നഗരം ക്ലിഫിന് മുകളിലാണ്. നദിക്കരയിൽ സ്വർണ്ണവർണ്ണം ചാർത്തി ശരത്കാല മരങ്ങൾ, പലതരം ജലപക്ഷികൾ. ഒരു കറക്കം പൂർത്തിയാക്കി ബോട്ട് യാത്ര ആരംഭിച്ചിടത്തു തന്നെ തിരിച്ചെത്തി. ബോട്ടിൽ നിന്നിറങ്ങി വീണ്ടും പട്ടണമധ്യത്തിലൂടെ ഞങ്ങൾ നടന്നു. പട്ടണം അതിൻ്റെ സാധാരണ തിരക്കുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതിൻ്റെ അത്യാവശ്യം വാഹനത്തിരക്കൊക്കെ റോഡിൽ കാണാം. ഒരു നഗരത്തെ ആഴത്തിലറിയണമെങ്കിൽ അവിടെ കുറച്ച് ദിവസമെങ്കിലും താമസിക്കണം. ഞങ്ങളെപ്പോലുള്ള ടൂറിസ്റ്റുകൾ ഓരോയിടത്തും താമസിക്കുന്നത് 1-2 ദിവസം മാത്രമായിരിക്കും. ഒരു പട്ടണത്തിൻ്റെ ആത്മാവറിയാൻ അത് മതിയാവില്ല. ദേശസ്വഭാവത്തിൻ്റെ ചെറിയ ടേസ്റ്റ് കിട്ടും എന്ന് മാത്രം. അതുവച്ച് ആ സ്ഥലത്തെക്കുറിച്ച് നിശിതമായ അഭിപ്രായം പറയുന്നതും ശരിയല്ല. ഞങ്ങളിപ്പോൾ നരിക്കല എന്നു പേരുള്ള ചെറിയ ഒരു കോട്ട കാണാൻ പോവുകയാണ്. ടിബിലിസി പട്ടണത്തെയും കുറ നദിയെയും അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഒരു കുന്നിൻ മുകളിലാണ് ഈ പുരാതനമായ കോട്ട ഉള്ളത്. അവിടേക്ക് വേണമെങ്കിൽ നടന്നു കയറാം. പക്ഷെ ഞങ്ങൾ നഗരമധ്യത്തിൽ നിന്ന് തന്നെയുള്ള കേബിൾ കാർ എടുത്താണ് മുകളിലേക്ക് പോയത്. ടിബിലിസിയിലെത്തുന്ന ടൂറിസ്റ്റുകൾ എല്ലാവരും തന്നെ പൊതുവെ ഈ കുന്നിൻ മുകളിലേക്ക് പോവാറുണ്ട്. അവിടെ കോട്ട മാത്രമല്ല ഉള്ളത്, മദർ ഓഫ് ജോർജിയ എന്നറിയപ്പെടുന്ന പ്രശസ്തമായ ഒരു ശില്പവും ആ കുന്നിൻ മുകളിലാണ് ഉള്ളത്. കുറ നദിയുടെ മറുകരയിലാണ് ഈ കുന്നുള്ളത്. നദിയുടെ മുകളിലൂടെ നദി മുറിച്ചു കടന്നാണ് കേബിൾ കാർ കുന്നിൻ നെറുകയിലേക്ക് പോകുന്നത്. പട്ടണം ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് മുകളിലേക്ക് പോകുന്തോറും നല്ല ഒരു കാഴ്ചയാവും. മദർ ഓഫ് ജോർജിയ എന്ന ശില്പം പക്ഷെ മുകളിലെത്തിയാൽ നല്ലതുപോലെ കാണാനാവില്ല. കുന്നിൻ്റെ അറ്റത്ത് താഴത്തേക്ക് നോക്കിയാണ് ശില്പം നിൽക്കുന്നത്. താഴ്വാരത്ത് നിന്നാലായിരിക്കും ശില്പം കുറച്ചുകൂടി വൃത്തിയിൽ കാണാൻ സാധിക്കുക എന്ന് തോന്നി. കോട്ടയും വളരെ പുരാതനവും ചെറുതുമാണ്. കുന്നിൻ്റെ ഒരു ഭാഗത്ത് പട്ടണമാണെങ്കിൽ മറുഭാഗം വനസമാനമാണ്. ഇത് ടിബിലിസിയുടെ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. കോട്ടയും മദർ ഓഫ് ജോർജിയയും കാണുന്നതിനേക്കാൾ കുന്നിൻ മുകളിലെത്തിയാലുള്ള ആകർഷണം ഒരു ഭാഗത്ത് ടിബിലിസി പട്ടണത്തിൻ്റെയും മറുഭാഗത്ത് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെയും മനോഹരമായ ആകാശ കാഴ്ച ലഭിക്കും എന്നതാണ്. അത്രയും തന്നെ രസകരമാണ്
പല വിധാനത്തിലുള്ള പട്ടണക്കാഴ്ച ലഭിക്കുന്ന കേബിൾ കാർ യാത്രയും. താഴേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ പോയത് ടിബിലിസിയിലെ പുരാതന പട്ടണഭാഗം കാണാനാണ്. സത്യത്തിൽ വളരെ വ്യതിരിക്തമായി അടയാളപ്പെടുത്താനാവുന്ന ഒരു ഓൾഡ് ടൗൺ ഭാഗമായി ഇതിനെ കാണാനാവില്ല. അസർബൈജാൻ്റെ തലസ്ഥാനമായ ബാക്കുവിലുള്ള ഇച്ചേരി ഷെഹർ പോലുള്ള കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഓൾഡ് ടൗൺ അല്ല ടിബിലിസിയിലേത്. പഴയതും പുതിയതും ഒക്കെ കൂടിക്കലർന്ന ഒരു സ്ഥലമാണ്. എങ്കിലും ചെറിയ ഒരു അരുവിയുടെ കരയിലുള്ള നടപ്പാതയിലൂടെയും കെട്ടിടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെയും ഒക്കെയായുള്ള നടത്തം രസകരമായിരുന്നു. തീർച്ചയായും നമുക്ക് സുപരിചിതമായ പരിസരമല്ല ഇതൊന്നും. ഓരോ ദേശവും നമ്മളിൽ നിന്നും വിഭിന്നമായി എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നതെന്നും ജീവിക്കുന്നത് എന്നും ഒക്കെ ഇത്തരം ഇടങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അവിടെ നിന്നും ഞങ്ങൾ പോയത് ടിബിലിസി പട്ടണത്തിൻ്റെ നിലവിലെ ലാൻഡ്മാർക്കായ ബ്രിഡ്ജ് ഓഫ് പീസ് കാണാനാണ്. ഖുറാൻ നദിക്ക് കുറുകെയുള്ള ഒരു കാൽനട പാലമാണത്. സ്റ്റീലും ഗ്ലാസും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വളരെ ആധുനികമായ ഒരു നിർമ്മിതി. 2010 ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം ടിബിലിസിയുടെ ഐക്കണായി ഇത് കാണപ്പെടുന്നു. പാലത്തിൽ വന്ന് കാണുന്നതിനേക്കാൾ ഭംഗി പക്ഷേ ദൂരെ നിന്ന് കാണുന്നതാണ്. നേരത്തെ നടത്തിയ ബോട്ട് യാത്രയിലും കേബിൾ കാർ യാത്രയിലും നമ്മൾ ഈ പാലത്തിൻ്റെ പല കോണിൽ നിന്നുള്ള ദൃശ്യം പകർത്തിയിരുന്നു. ടൂറിസ്റ്റുകളെ കൂടാതെ ഫോട്ടോഷൂട്ടിനും മറ്റുമായി വരുന്ന ഒരുപാട് നാട്ടുകാരെയും പാലത്തിന് മുകളിൽ കാണാൻ സാധിച്ചു. ടിബിലിസിയിലെ ഞങ്ങളുടെ അവസാനത്തെ കാഴ്ച ഈ പാലമായിരുന്നു എന്ന് പറയാം. ഇതോടുകൂടി ഞങ്ങളുടെ ജോർജിയൻ യാത്ര അവസാനിച്ചു. റഷ്യൻ അതിർത്തിയിൽ തുടങ്ങി തലസ്ഥാന പട്ടണമായ ടിബിലിസിയിൽ അവസാനിച്ച ഏതാനും ദിവസത്തെ യാത്ര. കുവൈറ്റിലേക്ക് കഷ്ടിച്ച് 2 മണിക്കൂർ വിമാനദൂരമേ ഉള്ളൂ. എങ്കിലും എല്ലാവർക്കും അറിയുന്നത് പോലെ ഭൂപ്രകൃതിക്ക് വലിയ വ്യത്യാസമുണ്ട്.
അധികം താമസിയാതെ സാന്ധ്യവട്ടം പരക്കുന്ന കുവൈറ്റ് വിമാനത്താവളത്തിൽ ഞങ്ങൾ വന്നിറങ്ങി. For your safety and the safety of others.